ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടി ചിത്രം ഇപ്പോൾ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു വിജയ ചിത്രം എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു വളരെ വേഗത്തിൽ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല, വളരെ സ്ലോയിൽ പതിയെ പതിയെ നമ്മളെ കഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ. ഗൗതം വാസുദേവമേനോൻ മികച്ച രീതിയിൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. കൂടെ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഗോകുൽ സുരേഷ് അടക്കമുള്ളവരെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ വളരെ ത്രില്ലായി കണ്ടുപോകുന്ന സിനിമ എന്നുള്ള ധാരണ ടീസറിൽ നിന്നും ട്രെയിലറിൽ നിന്നൊക്കെ കിട്ടിയതുകൊണ്ട് അത്രയും പ്രതീക്ഷിച്ച് വരുന്ന, നമ്മളൊക്കെ ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ആക്ഷനോ അതിൻ്റെ വേഗതയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്നറിയില്ല. എന്നിരുന്നാലും ആവറേജിന് മുകളിൽ നിൽക്കുന്നൊരു സിനിമ, കണ്ടിരിക്കാൻ പതിയെ പതിയെ നമ്മൾ ആ സിനിമയിലേക്ക് എത്തിച്ചേരുന്ന ചെറിയ കോമഡികളും പിന്നെ 73കാരൻ്റെ യൗവനം നിലനിർത്തുന്ന മമ്മൂട്ടിയുടെ വീണ്ടും ആ സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ്. സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മമ്മൂട്ടിയും ഗോകുൽ സുരേഷുമുള്ള കോംബോ രംഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. കുറച്ചുകൂടെ പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വേഗത്തിലാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പൊതുവേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ പോകുന്നൊരു സിനിമ പ്രതീക്ഷ വരുന്ന ആളുകൾക്ക് നിരാശ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ്. എന്നാലും ഒരു എന്താ പറയേണ്ടതാണ്, നമ്മൾ ഗൗതം വാസുദേവമേനിൽ നിന്ന് പ്രതീക്ഷിച്ച ഈ ഒരു സിനിമ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് ചിലപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ആ ചിന്ത വരാനുണ്ട്. ഗൗതം വാസുദേവമേനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ ഫസ്റ്റ് മലയാള സിനിമയാകുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ലെവലിലേക്ക് ഈ സിനിമ എത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ വളരെ ബഡ്ജറ്റ് കുറച്ചെടുത്ത് വളരെ ഒരുപാട് പൈസയൊക്കെ ഇറക്കി, ഇങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കിയൊന്നും എടുക്കാത്ത രീതിയിൽ വളരെ ഒരു ചെറിയ സിനിമ. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു പ്രൊമോഷനൊന്നും കൂടുതൽ ചെയ്യാതെ തീരെ എനിക്കൊന്ന് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൊന്നും ഫ്ലെക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഇറക്കുമ്പോൾ തിയേറ്ററിന് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഫ്ലെക്സും ആരാധകരുടെ ബഹളവും, പക്ഷേ ആദ്യ ഷോയിൽ പോലും അത്തരം ബഹളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സാധാരണ സിനിമ ആയി വന്നു. പിന്നെ ഒരു സമ്മിശ്ര പ്രതികരണം നേടാൻ സാധ്യതയുണ്ട്. ഒരുപാട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവരിൽ പലരിലും നമുക്കങ്ങനെ കാണാൻ, ചിലർക്കത് തീരെ അങ്ങ് പ്രതീക്ഷ അത്രയ്ക്ക് എത്താത്തതിൻ്റെ ഒരു നിരാശ മുഖത്തുണ്ട്. എന്നിരുന്നാലും ഞാനെന്ന് പറഞ്ഞൊരു പ്രേക്ഷകനെ ഈ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, ഭയങ്കര മികച്ചത്, അടിപൊളി, സൂപ്പർ എന്ന് പറയാൻ പറ്റാത്ത ആ ലെവലിൽ പോകാതെ തന്നെ എന്നാൽ കണ്ടിരിക്കാൻ പറ്റുന്ന, പിന്നെ ഭയങ്കര കുറ്റമൊന്നും പറയാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എനിക്ക് അനുഭവപ്പെട്ടത്.